മക്കളെ നിങ്ങളൊന്ന് കേൾക്ക്. നിങ്ങളുടെ നാവിൻ തുമ്പിൽ എല്ലാ സമയത്തും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പൊറുക്കണേ അല്ലാഹ്, അതുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഇന്ന് എന്തെല്ലാം അസ്വസ്ഥതകളാണ് കുടുംബത്തിലുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, എന്തെല്ലാം വ്യസനങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളുമുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് നീങ്ങാൻ, നിങ്ങൾക്ക് ഒരുപാട് കിട്ടേണ്ട റിസ്കുകൾ മുടങ്ങിക്കിടക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ അല്ലാഹുവിന്റെ ഹബീബാ നമ്മളെ പഠിപ്പിച്ചത് നല്ലപോലെ ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം നബിയുനാ റസൂലുള്ളാഹി. ഇനിയും നിങ്ങൾ കേൾക്കേ, മൻ അഹബ്ബ അൻ യസുറഹു അൻ തസുറഹു സഹീഫത്തുഹു. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ നാളെ വിചാരണ നേരത്ത് കോടാനുകോടി ജനങ്ങൾ കണ്ണും നെട്ടിയിട്ട് അവർക്കുള്ള FIR കുറ്റപത്രത്തിനെയും കാത്തുകൊണ്ട് കിടക്കുന്ന ഒരു രംഗം വരാനില്ലേ നമ്മുടെ മുമ്പില്? ആ സമയം നിങ്ങളുടെ കുറ്റപത്രം കയ്യിൽ കിട്ടുമ്പോ, അത് വായിക്കുമ്പോ കണ്ണുകൾ ഒഴുകാൻ, സന്തോഷിക്കാൻ, മനസ്സുകൾക്ക് കുളിർമ കിട്ടാൻ ആർക്കെങ്കിലും മോഹമുണ്ടോ? പ്രവാചകൻ പറയുകയാ, അവൻ അധികരിപ്പിക്കട്ടെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കട്ടെ. ഖാല റസൂലുള്ളാഹി. എന്ത് വേണം ഇതിലും മേലെ നമുക്ക്? നിങ്ങൾ ചിന്തിക്ക്, നാളെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൂ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ വചനം ഈ പരിശുദ്ധമായ റമദാൻ 2ാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന നമ്മൾ പരിമിതപ്പെടുത്താതെ ടൈം കിട്ടുമ്പോഴൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ നമ്മൾ ചൊല്ലുക. തിരിയുന്നുണ്ടോ മുത്തമുഅ്മിനീങ്ങളെ? ഇതുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ഹദീസുകൾ നിങ്ങൾ ചിന്തിക്കൂ എന്റെ പൊന്നാര മക്കളെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും അല്ലാഹു സ്വീകരിക്കും, ഉറപ്പാണ്. ഇബ്ലീസ് ഇവിടെ നമ്മുടെ മുമ്പിൽ പരാജയപ്പെടുമെന്ന് തീർച്ചയാണ്. നമ്മുടെയൊക്കെ മഹാന്മാര്, മുൻകഴിഞ്ഞു പോയ മഹാന്മാർ, മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ തൽഖീന്റെ ഹദീസ് നമുക്ക് തന്ന, തൽഖീന്റെ ഹദീസ് നമ്മളെ പഠിപ്പിച്ച അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിനെ ഇന്നലത്തെ സുബൈന്റെ ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ്സിൽ വന്നില്ലേ? മഹാനെ തൽഖീന്റെ ഹദീസ് നമ്മുടെ മുമ്പിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലേ? തൽഖീനിക്കല്ലേ ഹദീസ് ഉള്ളൂ. ഇന്നത്തെ ഈ വഹാബികളുടെ ഉച്ചായമകള് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അഭിമാനത്തോടുകൂടി സുന്നികൾക്കൊന്നും കിട്ടാത്തത് ഞങ്ങൾക്ക് കിട്ടിപ്പോയി എന്ന് വലിയ അഹങ്കാരത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ ഇവിടുത്തെ വഹാബി കുട്ടികൾ അവര് പറയുന്നു, എന്ത് തൽഖീന്, അത് മുക്രിക്കമാർക്ക് പൈസ കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാറുള്ളത്, തൽഖീനിക്കൊരു ദഈഫായ ഹദീസെങ്കിലും നമുക്ക് ഉണ്ട്. ഇവര് പറയുന്ന അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അതിനൊക്കെ എവിടെ ഹദീസ് അല്ലേ? നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ ആദ്യം ഒരു ഹദീസ് അവർ കൊണ്ടുവന്നാൽ 1 കോടി ഉറുപ്പിക ഇനാമ് നമ്മൾ വെല്ലുവിളിച്ചതാ. 1 കോടി ഉറുപ്പിക അബൂഹനത്ത് കൊടുക്കൂന്ന് പറഞ്ഞത് തന്നെയാ. അപ്പോഴാണ് മുജാഹിദീങ്ങളെ കോടിപ്പാഞ്ഞു. ഇടയ്ക്ക് എമ്മയെ കാസിം ഉസ്താദ് വണ്ടി വെച്ചുകൊണ്ട്, അല്ലപ്പാ ഇങ്ങനെ ഒരു കോടിന്റെ ഒരു ഇനാം വിളിച്ചിട്ടുണ്ടല്ലോ, ഇത് എഴുതി കൊടുക്കും, പൈസ കയ്യിലുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ആ ഹദീസ് വഹാബിനോട് ഞാൻ ഇനിയും ചോദിക്കുകയാണ്. നമ്മുടെ മൂക്കിന്റെ താഴെ ഒരു വളരെ സജീവാണ് അല്ലാഹു ദുനിയാൽ ഏടല്ല വഹാബ് മുജാഹിദ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എല്ലാവരെയും പെണ്ണുങ്ങളടക്കം വിളിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് അവരെ ഉഷാറാക്കട്ടെ, നമുക്ക് നല്ല തന്നെ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഇവിടെ സജീവമാവാൻ അവരും ഇവിടെ സജീവമാകണോ? തിരിഞ്ഞോ? ഞാൻ ഇനിയും ചോദിക്കുകയാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ഇവിടെ ഒരു ഉസ്താദ്, ഒരു മൗലവി, അത് സുന്നിയാണോ അസുന്നിയാണോ നമുക്ക് തിരിയില്ല. അത് ആരോ ആവട്ടെ, ഞാൻ വേറൊന്നും പറയുന്നില്ല. തന്റെ പിതാവിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ചപ്പോ പ്രഖ്യാപിച്ചോലോ, തൽഖീൻ വേണ്ട, എന്റെ ഉപ്പാക്ക് തൽഖീൻ വേണ്ട, പിന്നെ എന്തു മതി? തസ്ബീഹ് മതി. ആ മൗലവിയോടടക്കം ഞാൻ ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ പഠിപ്പിച്ച ആശയങ്ങൾക്കടിയിൽ കത്തിവെച്ചിട്ടും ഈ സമുദായത്തിനെ വിശ്വാസാക്കിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ എന്റെ ഈ ശബ്ദം അവർ കേൾക്കല്ലോ, ഈ ശബ്ദം അവർക്ക് എത്തുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഇൻദ സുആൽ. അത് നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാ, അതല്ലാതെ ഹദീസിൽ വന്ന പ്രാർത്ഥനയല്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. ശ്രദ്ധിക്കണം നിങ്ങൾ. മറിച്ച് തൽക്കീനോ അത് മഹാനായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മയ്യത്തിനെ കബറടക്കിയിട്ട് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് ഇന്നത്തെ തൽക്കീൻ ഓതിയിട്ടുണ്ട്. ആ ഹദീസ് നമുക്ക് തന്നത് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു. തിരിയുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഹദീസ് ഈ വഹാബികളുടെ ആശയ സ്രോതസ്സാകുന്ന സാക്ഷാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം എന്ന സുപ്രസിദ്ധ ലോക പണ്ഡിതനാണ് അയാൾ. ശരിയാ, നമ്മൾ ആദരിക്കുന്ന ആള് തന്നെ, ഒരുപാട് വിചാരമുള്ള ആള് തന്നെ. അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹ്, ഏതാ കിതാബ്? കിതാബുർ റൂഹ്. റൂഹില്ലാത്തൊരു ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പേര് പോയിക്കോട്ടെ. കഴിയോ? ഇല്ലല്ലോ. അപ്പോ റൂഹില്ലാത്തവർക്ക് പോകാൻ കഴിയല്ലോ, ഒരു പ്രശ്നം ഇരിക്കല്ലോ. ആ റൂഹുള്ളവരൊക്കെ കേട്ടോ, കിതാബുർ റൂഹിൽ ഈ തൽഖീന്റെ ഹദീസ് ഉണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ആ കിതാബ് എന്റെ അടുത്തുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചരക്കളം ജുമാഅത്ത് പള്ളിയിൽ വന്നു, ഞാൻ കാട്ടിത്തരാം. മുജാഹിദി കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു കൊടുക്ക്. പക്ഷേ അല്ലാഹുമ്മ സബ്ബിത് ഇൻദ സുആൽ ആ പ്രാർത്ഥന ഇന്ന ഹദീസിൽ വന്ന പ്രാർത്ഥനയാണ് എന്ന് ഏതെങ്കിലും ഒരു വഹാബി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നാൽ എത്ര ഇനാം, എത്രയാ സമ്മാനം? 1 കോടി രൂപ. നിങ്ങൾ വിചാരിക്കുന്നത് എഴുതുണ്ടാക്കില്ലെന്ന്. അത് പേടിക്കണം, ഞങ്ങൾ ഇറങ്ങിയിട്ട് 1 കോടി അപ്പുറം കിട്ടും ഇൻഷാ അല്ലാഹു തആല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം. നിങ്ങൾ മഹാൻ സാധുവാണ്, ഫക്കീറ, പലപ്പോഴും വീട്ടിൽ പട്ടിണിയാ, കുടുംബത്തിൽ പട്ടിണിയാ. അങ്ങനെ പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വരുന്ന ആ ഒരു സ്വഹാബിയുടെ മുമ്പിൽ കുടുംബങ്ങൾ സങ്കടങ്ങൾ കാണുമ്പോൾ അവരോട് പറയൽ എന്താണെന്നറിയോ? നിങ്ങൾ നല്ല പോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അത് ചൊല്ലിക്കോ. പടച്ച റബ്ബ് നമുക്ക് തരും, മറക്കണ്ട. ഇനി നിങ്ങൾ ഖുർആനിലേക്ക് വരൂ പൊന്നാര മക്കളെ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറയുന്നത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ وبنين ويجعل لكم جنات ويجعل لكم أنهارا بين الله عز وجل. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാ പുന്നാര മക്കളെ നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് മക്കളില്ലാത്തവർക്ക് മക്കൾ വേണോ? ആരോഗ്യം പോകുന്നവർക്ക് ആഫിയത്ത് വേണോ? റഹ്മത്തുകൾ വേണോ? മക്കൾക്ക് വിദ്യാഭ്യാസം വേണോ? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ബറക്കത്ത് വേണോ? പുതിയ പുതിയ ജോലികൾ വേണോ? നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കണോ, കെട്ടിപ്പടുക്കണോ? ദുനിയാവിൽ നിങ്ങൾക്ക് ഐശ്വര്യപൂർവമായ സന്തോഷ സുഷുപ്തമായ ജീവിതം നിങ്ങൾക്ക് വേണോ? പടച്ച റബ്ബാ നമ്മളോട് പറയുന്നത്, തെങ്ങിൽ തേങ്ങയില്ല, കൗങ്ങിൽ അടക്കയില്ല, ഇവിടെ വെള്ളമില്ല. റബ്ബിന്റെ ഖുർആനാ പറയുന്നത്, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ സമൃദ്ധമായ വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവിന്റെ ഖുർആൻ. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ഇസ്തിഗ്ഫാർ കൊണ്ട് ആത്മീയമായ നേട്ടം മാത്രമല്ല, പിന്നെ ഭൗതികമായ നേട്ടങ്ങളുമുണ്ട്. നിന്റെ കൃഷി, നിന്റെ സമ്പത്തിന്റെ വർധന, മക്കളില്ലാത്തവർക്ക് മക്കള്, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം, വയസിദുക്കും അല്ലേ, നിങ്ങൾക്ക് അല്ലാഹു അധികരിപ്പിക്കും അല്ലേ ആരോഗ്യം. വേറെ ഒരായത്തിൽ ഇത് സൂറത്ത് നൂഹിലാണ്, ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് സൂറത്ത് ഹൂദിലാണ്. ഒക്കെ നോക്കി നോക്കി നിങ്ങള്, നൂഹ്, ഹൂദ്, അതൊക്കെ ഒന്ന് മറച്ചു നോക്കിയേ. ഖുർആനുമായി ബന്ധമുള്ള ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. തിരിഞ്ഞോ? അപ്പോൾ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളും ലാഭങ്ങളും
അള്ളാഹു അടക്കി വെച്ചിരിക്കുന്നു ഇസ്തിഗ്ഫാറിൽ. അത് മാത്രമല്ല, പരലോകത്ത് നമ്മുടെ വിചാര നാളിൽ കുറ്റപത്രം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് അധികരിപ്പിച്ച ആളുകൾക്ക് സന്തോഷത്തോടു കൂടിയിട്ട് അള്ളാഹുവിന്റെ വിചാരണയെ നേരിടാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു വലിയ സന്തോഷ വാർത്ത സയ്യിദുനാ റസൂലുള്ളാഹിയുടെ മാറോടടച്ച് കൂട്ടിപ്പിടിക്കാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷേ കൽബിൽ തട്ടിയിട്ട് വേണം പറയാൻ, ഞാനൊരു പാപിയാണ് അല്ലാ, ഞാനൊരു വലിയ ദോഷിയാണ് അല്ലാ, എന്നെ പോലെ പാപി ലോകത്തില്ല അല്ലാ. അപ്പോഴേ പടച്ചവൻ സ്വീകരിക്കുന്നത്. അതുണ്ടോ നമുക്ക്? ഒരു മനുഷ്യൻ, പ്രവാചകൻ പറയാണ്, ലം യഅമൽ ഹസനതൻ ഖത്തു, ജീവിതത്തിൽ യാതൊരു സൽക്കർമ്മങ്ങളും ചെയ്യാത്തൊരു മനുഷ്യൻ, ജീവിതത്തിൽ യാതൊരു സൽക്കർമ്മങ്ങളും ചെയ്യാത്ത മനുഷ്യൻ മരണസമയത്ത് എന്താ തന്റെ കുടുംബത്തിനോട് പറഞ്ഞതെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കത്തിച്ചു കളയണേ, ചാരമാക്കണേ, വെണ്ണീറാക്കണേ. ആ വെണ്ണീർ കടലിലും കരയിലും കാറ്റിലും കുന്നിലും പറമ്പിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് വിതരണം എന്ന് ആ മനുഷ്യന്റെ വസിയത്തായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകനാ നമ്മളോട് പറയുന്നത്, ലഇൻ ഖദറ അലയ്യ റബ്ബി ലയുഅദ്ദിബുനി അദാബൻ മഅദബഹു ബിഹി അഹദാ. ആ മനുഷ്യനെ ഇങ്ങനെ വസിയത്ത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ മനുഷ്യൻ പറയാണ്, മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ, ലഇൻ ഖദറ അലയ്യ റബ്ബി ലയുഅദ്ദിബുനി അദാബൻ മഅദബ ബിഹി അഹദാ. ആ ഒരു അമലും ചെയ്യാത്ത മനുഷ്യൻ പറഞ്ഞെന്നറിയോ? തന്റെ കുടുംബക്കാരന് പറയുക, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു വസിയത്ത് പറയാൻ കാരണോ, കേൾക്കണേ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു വസിയത്ത് പറയാൻ കാരണോ എന്നെ കത്തിക്കണോ പറഞ്ഞില്ലേ? ഇമാം ബുഖാരിയുടെ ഹദീസാണ്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം രണ്ടിലുമുള്ള ഹദീസാ ഞാൻ പറയണത്. നിങ്ങൾ കേൾക്ക്, ശ്രദ്ധിക്കണം. എന്റെ റബ്ബ് എന്നെ എങ്ങാനും പിടികൂടിയ, എന്റെ റബ്ബിന്റെ കയ്യിൽ എന്നെ കിട്ടിയ, അവന്റെ ഇബാദുകളിൽ ഒരാൾക്കും കൊടുക്കാത്ത ശിക്ഷ അവൻ എന്നെ ശിക്ഷിക്കും. അത്രയും വലിയൊരു പാപിയാ ഞാന്. എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും പോലെ ഒരു അബ്ദിനെയും അവൻ ശിക്ഷിക്കൂല. അതുകൊണ്ട് എന്റെ കുടുംബങ്ങള്, എന്റെ റബ്ബിന്റെ കയ്യിൽ എന്നെ കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ കത്തിച്ചു ചാരമാക്കണേ എന്നാ മനുഷ്യൻ പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് വഹയിന്റെ കലാമാ, ഇത് നുബുവത്തിന്റെ കലാമാ. ഇതിലൊരിക്കലും കള്ളത്തരം ചെയ്യൂല, ഇത് കളവ് പറയൂല. അവർ പറഞ്ഞതല്ല, ഇത് കളവ് പറയുന്നവർ പറഞ്ഞതല്ല. സാദിഖുൽ അമീനായ മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ വാക്ക് നിങ്ങൾ ചിന്തിക്കൂ. അപ്പൊ പെണ്ണുങ്ങൾ ചിന്തിക്കുക, അല്ല ഉസ്താദേ, ആ മനുഷ്യൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ചാരാക്കിയാലും വെണ്ണീറാക്കിയാലും അള്ളാഹു കിട്ടൂലേ? പ്രിയപ്പെട്ട സഹോദരി, അള്ളാഹുവിനെ പറ്റിയിട്ട് ആ മനുഷ്യർക്ക് ഒരു അറിവുമില്ല, ഒരു ബോധവുമില്ല. അവ എത്രയും വലിയ ജാഹിലായിരിക്കും ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ മനസ്സിലുള്ള അള്ളാഹുമായുള്ള ഒരു ബന്ധം നിങ്ങൾ പഠിക്കേ. എന്നെ എങ്ങാനും എന്റെ റബ്ബിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരാളെയും അതുപോലെ ശിക്ഷിക്കൂല, അത്രയും വലിയ അടിക്ക് കിട്ടൂ. അതുകൊണ്ട് എന്റെ റബ്ബിനൊക്കെ കിട്ടാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞ പോലെ കുടുംബങ്ങൾ കരിക്കാനാണ് വസിയത്ത്. കുടുംബം കരിച്ച് ആ മനുഷ്യനെ. ഇത് ഈ ഉമ്മത്തിൽ നടന്ന സംഭവമൊന്നുമല്ല കേട്ടോ, ഇത് ബനൂ ഇസ്രായേലിൽ നടന്ന ഒരു സംഭവമാണ്. നബിയുനാ റസൂലുള്ളാഹി അങ്ങനെയാ മനുഷ്യനെ കരിച്ചിട്ട് ചാരമാക്കിയ വെണ്ണീർ കടലിലും കരയിലും കാറ്റിലും അതാ പൈട്ടു. എന്നിട്ട് ആ മനുഷ്യനെ പടച്ചവൻ ജീവിപ്പിച്ചിട്ട് അയാളോട് ചോദിച്ചു, എട മനുഷ്യ, എന്തിനാ നീ ഇത് ചെയ്തത്? ആ മനുഷ്യൻ റബ്ബിനോട് പറഞ്ഞ മറുപടി, മിൻ ഖശിയതിക യാ റബ്ബി യാ അല്ലാഹ്. അല്ലാഹ്, നിന്നോടുള്ള പേടി കൊണ്ടാ, നിന്നെ പേടിച്ചത് കൊണ്ടാ.
ആ ഒരൊറ്റ പേടി കാരണം പടച്ച റബ്ബ് ആ മനുഷ്യന് പുറത്തു കൊടുത്തിട്ട് സ്വർഗാവകാശിയാക്കി മാറ്റിയെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ പൊന്നോമനകളെ, നിങ്ങളൊന്ന് ചിന്തിക്കണേ മുത്ത് മോമിനീങ്ങളെ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പേടിയുണ്ടോ? ഞാനൊക്കെ രക്ഷപ്പെട്ടവനാണെന്നല്ലേ നമ്മുടെയൊക്കെ വിചാരം? മഹാന്മാരാകുന്ന സ്വഹാബാക്കള് പോലും നിങ്ങൾക്കറിയൂലേ, മഹാനായ ഹംദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, നാഫഖ ഹംദല യാ റസൂലല്ലാഹ്, ഹംദലത്ത് മുനാഫിഖായി പോയി നബിയേ. ആരാണ് ഈ ഹംദലത്തെന്നറിയുമോ? 1000 സങ്കല്പങ്ങളും സന്തോഷങ്ങളും മോഹങ്ങളുമായിട്ട് തന്റെ കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ തന്റെ മണിയറയിൽ മണവാട്ടിയുടെ മാറിടത്തിൽ കിടന്നിട്ട് മധു ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ യുദ്ധത്തിന്റെ വിളിയാളം കേൾക്കുന്നത്. ആ യുദ്ധത്തിന്റെ വിളിയാളം തന്റെ ചെവിട്ടിലേക്ക് കേട്ടത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാറിടത്തിൽ കിടന്നുകൊണ്ട് തന്റെ സകലമാന മോഹങ്ങളും സ്വപ്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇൻഷാ അല്ലാഹ് നമുക്കിനി ആഖിറത്തിൽ വെച്ചുകൊണ്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ജനാബത്തോടുകൂടെ ഷഹീദായ ഹംദലത്ത് ഇബ്നു ആമിറിനെ അറിയൂലേ നിങ്ങൾക്ക്? അറിയാത്തവരെല്ലാം ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ. ആ ഹംദലത്ത് ജനാബത്തോടുകൂടി ആ മരിച്ചുപോയത് റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ആ പ്രിയങ്കരനായ എന്റെ ഭർത്താവ് ആദ്യ രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയി ആയിക്കോട്ടെ, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടില്ല, നാളെ സ്വർഗത്തിൽ കിട്ടുന്ന മുതലാണ് എന്ന ഉത്തമ വിശ്വാസമുള്ള ആ ഉത്തമ വനിതയായ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയത് പ്രവാചകൻ കണ്ടപ്പോ എന്തിനോട് നീ കരയുന്നത്? മരിച്ചത് കൊണ്ടൊന്നുമല്ല നബിയേ, ജനാബത്തുണ്ടായിരുന്നു. അപ്പോഴല്ലേ പ്രവാചകൻ മറുപടി വന്നത്, അല്ലാഹുവിന്റെ മലക്കുകൾ ഏതെങ്കിലും ഒരു മയ്യത്തിനെ ഇതുപോലെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മാപ്പിളയുടെ മയ്യത്താണ് പെണ്ണേ. ആകാശഭൂമിയുടെ ഇടയിൽ വെച്ചുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിച്ചത് ഞാൻ കണ്ടുകണ്ടോ? ഖാല റസൂലുള്ളാഹി. ആ ഹംദലത്ത് ഇബ്നു അബീ ആമിറിന്റെ കഥയാണ്. നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, ജനാബത്തോടുകൂടി മരിച്ചാൽ എന്താണ്? ഹൈറുകാരിയായി മരിച്ച എന്താണ്? രണ്ടിനും കൂടി ഒറ്റക്കൂലി മതിയല്ലോ. ആ ഹംദലത്ത് പേടിച്ചിട്ട് പറയാ മുനാഫിഖായി പോയി. സുബ്ഹാനല്ലാഹ്, എന്തു പറ്റി ഹംദല? പറയൂ. യാ റസൂലല്ലാഹ് നകൂനു ഇൻദക യാ റസൂലല്ലാഹ് തുദക്കിറു ലനാ ബിന്നാരി വൽ ജന്ന നഹ്നു കഅന്നമാ റഅയു ഖൈരിൻ യാ ഹബീബല്ലാഹ്. ഞങ്ങൾ അങ്ങയുടെ സമീപത്തിരിക്കുമ്പോൾ നരകത്തെ സംബന്ധിച്ച് സ്വർഗത്തിനെ കുറിച്ച് ഞങ്ങളോട് പറയുമ്പോ ആ നരകവും സ്വർഗവും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണും പോലെ ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫയോ. ഹംദലത്ത് പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് ചെന്നാൽ, ഞങ്ങളുടെ മക്കളുടെ സമീപത്തേക്ക് ചെന്നാൽ, യാ റസൂലല്ലാഹ് ഫൈദാ ഖറജ്നാ മിൻ ഇൻദിക ആഫസിനൽ അസ്വാജ വൽ ഔലാദ വൽ ലയ്യാത്. ഞങ്ങളുടെ മക്കളും കുട്ടികളും ഞങ്ങളുടെ മറ്റുള്ള വിഭവങ്ങളും ദുനിയാവുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പറയുമ്പോ ആ ഒരു നോട്ടം ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. പലപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്നത് മറഞ്ഞു പോകുന്നു നബിയേ. എല്ലാ സമയത്തും സ്വർഗം കാണാൻ കഴിയുന്നില്ല നബിയേ, സദാ സമയത്ത് നരകം കാണാൻ കഴിയുന്നില്ല നബിയേ. ഭാര്യ മക്കളുടെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ മറക്കുന്നു നബിയേ എന്ന് മഹാനായ ഹംദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു അൻഹു.
നിങ്ങൾ ചിന്തിക്കണം. മഹാന്റെ ആദ്യ ഭാര്യയിലുള്ള വിഷയമാണ്. മറ്റേ രണ്ടാമത്തെ കല്യാണമാണ്. നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. ആ സമയത്ത് ആ മഹാൻ യുദ്ധരണാങ്കണത്തിലേക്ക് പോയത് നിങ്ങളുടെ സംശയം വേണ്ട, സംശയം തീർത്തതാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഒന്നിരിക്കലോ ആ ഭാര്യ മരിച്ചുകൊണ്ടായിരിക്കാം ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ നിലവിലുണ്ടായിരിക്കുമ്പോഴായിരിക്കാം. അത് നമുക്ക് എന്തായാലും പ്രശ്നമല്ലല്ലോ. യാ റസൂലല്ലാഹ്, ഇതാണോ വിഷയം? ഹംദല ഞാനും വിചാരിച്ചു പോയി, റബ്ബേ, ഞാൻ പ്രിയപ്പെട്ട എന്റെ ഒരു ശിഷ്യൻ എങ്ങനെയാ മുനാഫിക്കായത് പോയത് പടച്ചോനെ, ഈ മുനാഫിക്കായത് പേടിയല്ലേ? ആ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി حمدنا ألو تدومون على ما تكونون عندي وفي الذكر لصافحتكم الملائكة على فرشكم وفي طرقكم ولكن يا حمدنا ساعة وساعة وساعة نبينا رسول الله. حمدنا എന്റെ മുമ്പിൽ ഉള്ള പോലെ സദാ സമയത്തും നിങ്ങൾ ജീവിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മുസാഫഹത്തുകൾ ചെയ്യും. നിങ്ങൾ നടക്കുന്ന വഴികളിൽ അവരുണ്ടാവും. നിങ്ങളുടെ കിടപ്പറയിൽ മലക്കുണ്ടാകും. നിങ്ങളോടൊപ്പം സദാ സമയത്തുണ്ടാകും. പക്ഷേ അത് നിങ്ങൾക്ക് കഴിയില്ലല്ലോ. വേണ്ട, ഭാര്യ മക്കളൊക്കെ വേണം, കുടുംബങ്ങൾ വേണം, ജോലി വേണം, അധ്വാനിക്കണം, ഈ ആളുകളുമായി ബന്ധപ്പെടണം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, പ്രശ്നങ്ങൾ കേൾക്കണം, അത് പഠിക്കണം, അത് പരിഹരിക്കണം. 100,000 കാര്യം വിശ്വാസികൾക്കുണ്ട്. പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ, വിശ്രമിക്കും സമയത്തൊക്കെ നീ എന്നെ ഓർത്തോ, അല്ലാഹുവിനെ ഓർത്തോ, അവന്റെ സ്വർഗമോർത്തോ, അവൻ നരകത്തിലേക്ക് നോക്കിക്കോ. ഖാല റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഒരു വേള ചിന്തിക്കും, നിനക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നീ അല്ലാഹുവിനെ ഓർക്ക് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഇതൊരു വൻദോഷാണ്, ഇതൊരു ചെറുദോഷമാണ്. ചിന്തിക്ക്, ആ ഒരു മൂഡ്, പഴയ മൂഡില്ലേ, ആ പഴയ അവസ്ഥ അത് നിലനിൽക്കുന്നതല്ല. ആ ബേജാറാണ്. അൽഹംദുലില്ലാഹ്. നമ്മളോ, നമുക്ക് ഇന്ന് ഒരു വൻദോഷം ചെറുദോഷം അങ്ങനെയൊന്നും ഇപ്പൊ നമുക്കില്ല. നമുക്കിന്നൊരു ദോഷം, അത് 2 വട്ടം ചെയ്താൽ പിന്നെ നമുക്കത് എന്തല്ല പറയും. എന്തല്ല പറയും, ദോഷമല്ല. ഒരാൾ കള്ളിഷാപ്പ് പോയി കള്ളു കുടിക്കാൻ വേണ്ടി പോയി കള്ളു കൊണ്ടുവന്ന് വെച്ചു, കൂടെ കോഴി പൊരിച്ചതും. അപ്പൊ ഇയാൾ ചോദിക്കുക, പാടം ഇത് അറുത്തതാണോ ചത്തതാണോ? മുമ്പിലുള്ള എന്താണ്? കള്ള. അപ്പോ അയാൾ പറഞ്ഞു ഇത് അറുത്തതാണ്. ആര് പറഞ്ഞു? കള്ളുഷാപ്പ് ഇത് അറുത്തതാണ്. അപ്പോ കള്ളു കുടിക്കുന്നു ചോദിക്കുക, അത് നീ അറക്കുമ്പോ ബിസ്മി കൂട്ടിയിട്ടുണ്ടോ? കള്ളുഷാപ്പിലാണോ പക്ഷേ ബിസ്മി? അപ്പോ ഇവൻ പറയാണ്, ബിസ്മി കൂട്ടിയിട്ട് അറക്കാത്തത് എനിക്ക് എന്തായാലും വേണ്ട. ആര് കള്ളു കുടിക്കുന്നു പറയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതുപോലെയാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ വെറുതെ പറയട്ടെ, നമ്മുടെ വീടുകളിൽ നിസ്കരിക്കാത്ത ഒരുപാട് സുബൈ കള്ളസിമാരുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പുണ്ടോ? ഇപ്പല്ല, ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിൽ അങ്ങനെ ഒരു സുബൈ കള്ളനോ ഒരു സുബൈ കള്ളത്തിനോ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊരു പ്രശ്നമല്ല. പക്ഷെ രാത്രി എങ്ങാനും ഏതെങ്കിലും ഒരു പെണ്ണ്, ഒരു കുട്ടി രാത്രി കണ്ണാടി നോക്കി വിചാരിക്കുക, അന്നവിടെ ബോംബ് പൊട്ടും. ആ പെണ്ണുങ്ങളെ വകയായിട്ട് ബോംബ് പൊട്ടും. എന്താ കാര്യം? ഈ പെണ്ണുങ്ങൾ കണ്ണാടി നോക്കൽ വലിയ തെറ്റാ. നിസ്കരിക്കാത്തൊന്നും ഈ നോക്കിയ ആള് പോലും നിസ്കരിക്കാത്ത അതിലും അവർക്കെന്തില്ല പ്രശ്നമില്ല. കണ്ണാടി നോക്കിയ ഭയങ്കര പ്രശ്നം. ഞാൻ കണ്ണാടി നോക്കൽ തെറ്റില്ല, കുഴപ്പമില്ല എന്ന് പറയല്ല. കണ്ണാടി നോക്കൽ ഹറാമുമില്ല, കറാഹത്തുമില്ല. പിന്നെ അത് ഒഴിവാക്കിയാൽ
നല്ലത് എന്ന് മാത്രം അല്ലേ? കണ്ണാടി നോക്കുക, അടിച്ചു വാരുന്ന അടിക്കാട്ടം രാത്രി ഒരു മൂലയിൽ കൂട്ടിവെക്കുക, ചൂര് നാട്ടിവെക്കുക, പാത്രം കഴുകാണ്ട് വെക്കുക, എപ്പോഴും കറുപ്പ് ചെരുപ്പ് ധരിക്കുക, ഉള്ളിയുടെ തോര് അടുപ്പിലിടുക, മേൽ വെച്ചുകൊണ്ട് തുന്നുക, പൊട്ടിയ ചീർപ്പ് കൊണ്ട് ചീവുക, പൊട്ടിയ കണ്ണാടിയിൽ നോക്കുക, വസ്ത്രം കരിഞ്ഞ വസ്ത്രം ധരിക്കുക, ഇങ്ങനെ പതിവാക്കത്തെ സംഗതികളൊക്കെ ഒഴിവാക്കിയാൽ ഒന്ന് പറയും നല്ലത് എന്ന് മാത്രം. അതൊരു തെറ്റൊന്നുമല്ല, പക്ഷെ നാളെ സൂക്ഷിക്കണം നമ്മൾ. എന്നാൽ ഇവിടെ വലിയ വൻദോഷങ്ങള്, പെരും ദോഷങ്ങള് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്നും എന്ന് നമുക്ക് തെറ്റല്ല. മാസാന്തം ഓതുന്ന റാത്തീബെങ്ങാനും ഡേറ്റ് മാറിപ്പോയാൽ പൊരയിൽ പെണ്ണുങ്ങൾ കുലുമാലാക്കും. മാസാന്തം ഓതുന്ന റാത്തീബില്ലേ, അതെങ്ങാനും ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാൽ പറയും കുലുമാല. എന്നാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അവിടെ ഒന്നില്ല, ഒരു കുലുമാലില്ല, ഒരു കുലുമാലില്ല. ചിന്തിക്കണം. 6 മണിക്ക് എണീക്കേണ്ട ആൾ 7 മണിക്ക് എണീച്ചാ ഓ റാഹത്തായിട്ട് ഉറങ്ങിപ്പോയല്ലോ പഠിച്ചോനെ നമ്മളൊക്കെ പറയുക അല്ലേ? 5 മണിക്ക് എണീക്കേണ്ട ആൾ 6 മണിക്ക് എണീച്ച്, 6 മണിക്ക് എണീക്കേണ്ട 7 മണിക്ക് എണീച്ചാൽ കുറച്ച് റാഹത്തൊന്ന് ഉറങ്ങിപ്പോയല്ലോ. സുബൈ പോയാലും എന്ത് കിട്ടി? ഉറക്കി കിട്ടിയല്ലോ. അതാണ് നമ്മുടെ വിചാരം. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങള്, നിങ്ങളൊന്ന് ആലോചിക്കൂ. ഒരു ചെറിയ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസിയുടെ മനസ്സ് വേദനിക്കണം. ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയാ, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ഹദ്ദാ ഫഅഖിംഹു അലയ്യ യാ ഹബീബല്ലാഹ്. എന്നെ ഹദ്ദെടുക്ക്, എന്നെ ശിക്ഷിക്ക്, എന്നെ എന്താ ചെയ്യ നബിയേ? ഞാൻ അതിനു മാത്രം ഒരു തെറ്റ് ചെയ്തു പോയി നബിയേ. എന്താ ചെയ്യ തെറ്റെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ ചുംബിച്ചു പോയി. തന്റെ കടയിലേക്ക് കയറി വന്നൊരു പെണ്ണിന് അങ്ങ് ചുംബിച്ചു പോയി. ആകെമാനം വിറച്ചു പേടിച്ചിട്ട് ഇറങ്ങിയോടി ഇലാ ഹളറത്തി റസൂലില്ലാഹി. ആ പേടി നമുക്കുണ്ടാവണം കേട്ടോ, നമ്മുടെ കൽബിൽ വേണം കേട്ടോ. എന്നിട്ട് പറയാ, നബിയേ ഹദ്ദെടുക്കണം നബിയേ, തെറ്റിപ്പോയി നബിയേ, ചെയ്തു പോയി നബിയേ. റസൂലുള്ളാഹിയുടെ വിവരം